നമസ്കാരം. US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ഖമേനിയുടെ മരണം രാജ്യത്തെ വലിയൊരു അധികാര ശൂന്യതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാൻ നേതൃനിരയിലെ 40 പേരെ വധിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇത് ശരിയാണ് എങ്കിൽ ഭരണകൂടത്തിലെ പ്രധാനികൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനത്തേക്ക് ഉടനെ മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരമൊരു സ്ഥാനാരോഹണത്തിന് അനുകൂലമായ സമയമല്ല ഇപ്പോൾ. US-ഉം ഇസ്രയേലും സംയുക്തമായി ആക്രമണം നടത്തുന്ന സമയത്ത് താൽക്കാലികമായി മറ്റൊരാളെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവായി ഒരു മുതിർന്ന ഷിയ പണ്ഡിതനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിലവിൽ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി, ഇസ്ലാമിക് റിപ്പബ്ലിക്കന്റെ സ്ഥാപകനായ റുഹുദുള്ള ഖമേനി, ചെറുമകൻ ഹസൻ ഖമേനി എന്നിവരുടെ പേരുകളാണ് പിൻഗാമികളായി പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. സാദിഖ് ലാറിജാനി, മൊഹ്സൻ അരാക്കി, അഹമ്മദ് ഹദാമി തുടങ്ങിയ മുതിർന്ന പണ്ഡിതന്മാരും പരിഗണനയിലുണ്ട്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക അധികാരം 88 അംഗ മുതിർന്ന പണ്ഡിതന്മാരടങ്ങുന്ന അസംബ്ലി ഓഫ് എക്സ്പെർട്സിനാണ്. എന്നിരുന്നാലും രാജ്യത്തെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ നിലപാടുകൾ പുതിയ നേതാവിനെ കണ്ടെത്തുന്നതിൽ അതിനിർണായകമാകും. നിലവിൽ അലി ഖമേനിയെ പോലെ സർവസമ്മതനായ മറ്റൊരു നേതാവില്ലാത്തത് അധികാര കൈമാറ്റത്തിൽ വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചേക്കാവുന്നത്. ഖമേനിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിലായിരുന്ന ഇറാനിലെ മതഭരണകൂടം പെട്ടെന്നുള്ള ആഘാതത്തെ എങ്ങനെ അതിജീവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഖമേനിയുടെ മരണത്തിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇസ്രയേലും US-ഉം നിരീക്ഷിക്കുന്നത്. അതിനനുസരിച്ചാകും തുടർ നീക്കങ്ങളും. ഈ ആഴ്ച മുഴുവൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖമേനിയെ കൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് കമാൻഡർ മുഹമ്മദ് പക്കൂർ ഉൾപ്പെടെ 7 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ആക്രമണത്തിന്റെ ലക്ഷ്യമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെയും സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. ടെഹ്റാനിലുടനീളം വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായും 30ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. US-ന്റെയും ഇസ്രയേലിന്റെയും 200 യുദ്ധവിമാനങ്ങളാണ് ഇറാനിലെമ്പാടും ആക്രമണം നടത്തിയത്. ഇറാന്റെ സൈനിക കാര്യങ്ങൾ നേരിട്ട് ഇടപെടുന്ന റവല്യൂഷണറി ഗാർഡ്സ് പല പ്രമുഖരും കൊല്ലപ്പെട്ടത് രാജ്യത്തിന്റെ ആഭ്യന്തര അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. റവല്യൂഷണറി ഗാർഡ്സ് ഇറാന്റെ രാഷ്ട്രീയത്തിലും ലോക വ്യവഹാരങ്ങളിലും വലിയ സ്വാധീനമുള്ള വിഭാഗമായതിനാൽ അവരുടെ നേതൃത്വത്തിനുണ്ടായ ഈ തകർച്ചയും വരും ദിവസങ്ങൾ ഇറാന്റെ ഭരണ സ്ഥിരതയെ ബാധിച്ചേക്കാം. ഇത്രയും മുതിർന്ന കമാൻഡർമാരെ കൃത്യമായി ലക്ഷ്യം വെച്ച് വധിക്കപ്പെട്ടത് ഇറാന്റെ ഇന്റലിജൻസും വലിയ ആശങ്കയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.